ഇവൻ പെട്ടെന്നൊരു കാട്ടുപോത്തായി മാറുന്നു. പക്ഷെ ആരും അത് കണ്ട് പേടിക്കാതെ ചിരിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് രണ്ട് പെൺകുട്ടികളുടെ കൈകൾ ചിറകുകളായി മാറാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും കാക്കകളായി പറന്നു പോകുന്നു. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും മൃഗങ്ങളായി രൂപം മാറാനുള്ള കഴിവുണ്ട്. ചില കുട്ടികൾ സ്ട്രോങ് ആയ ചെന്നായ്ക്കളായി മാറുന്നു. ചിലർ മുയലായും മാനായി മാറുന്നു. അവരുടെ ടീച്ചർ വലിയൊരു പരുന്തായി മാറുന്നു. ഒരു കുട്ടി പുതുതായി ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും അവൻ ഏത് ജീവിയായി മാറുമെന്നറിയാൻ കാത്തിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിൽ രോമം വളരാൻ തുടങ്ങുന്നു. അവനൊരു മൗണ്ടൻ ലയനായി മാറുന്നു. എല്ലാവരും അത് കണ്ട് അതിശയിക്കുന്നു. അവന്റെ ശക്തി പരിശോധിക്കുന്നതിനായി ടീച്ചർ അവനോട് കരടിയായി മാറിയ ഒരു പെൺകുട്ടിയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറയുന്നു. ആ കരടി വലുതായതുകൊണ്ടും മൗണ്ടൻ ലയന്റെ അത്രയും സ്പീഡ് ഇല്ലാത്തത് കൊണ്ടും അവൾ തോൽക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ടും അവൻ അവളെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവൻ വീക്കാണെന്ന് മനസ്സിലാക്കിയ ടീച്ചർ അവന് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ ദിവസവും അവൻ കാട്ടിലേക്ക് വന്ന് ലയനായി ട്രാൻസ്ഫർ ആയി ടീച്ചറിന്റെ ഒപ്പം കാടിന്റെ അവസാനം വരെ ഓടാൻ തുടങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയില്ല. കാരണം അത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവരെ കണ്ടാൽ അവർ വേട്ടയാടും. ഒരു ദിവസം അവനൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അവന്റെ മുകളിലൂടെ ഒരു ഡ്രോൺ പറക്കുന്നു. വേട്ടക്കാർ ഉടനെ ഡോഗ്സിനെ റിലീസ് ചെയ്യുന്നു. അപകടം മനസ്സിലാക്കിയവൻ ഓടാൻ തുടങ്ങുന്നു. കുറച്ചു ദൂരം പോയതിനു ശേഷമാണ് താൻ ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്നവൻ ചിന്തിക്കുന്നത്. അവൻ ഉടനെ തന്നെ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. അവിടേക്ക് വന്ന ഡോഗ്സ് അത് കണ്ട് അനങ്ങാതെ നിൽക്കുന്നു.